ഒരു പെൺകുട്ടി സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട്. ആ സങ്കടപ്പെട്ടായിരിക്കുന്ന പെൺകുട്ടിയാണ് നമ്മുടെ കഥയിലെ നായിക. അവളാണ് ചിയ. അവൾ ശരിക്കും പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ നിന്നും സ്വന്തമായി അവിടുത്തെ കണ്ണട നോക്കിക്കൊണ്ട് പറയുകയാണ്, നീ ഒരാളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ അത് അയാളോട് തുറന്നു പറയാൻ പറ്റാതെ വിങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതല്ലേ സത്യം? നിനക്ക് ഒരുപാട് ഇഷ്ടമാണ് ആ വ്യക്തിയെ, പക്ഷെ നിനക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും അയാളോട് പറയാൻ പറ്റുന്നില്ല. ഇത്രയ്ക്കും ഒരു അവസ്ഥ ആർക്കും വന്നു കാണില്ല എന്നൊക്കെ സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഭൂതകാലത്തെ പറ്റി കാണിക്കുന്നുണ്ട്. ഇവിടെ കാണുന്ന ഈ പയ്യനാണ് ഈ കഥയിലെ നായകൻ, അതായത് ഹോസ്പിറ്റലിൽ ഇപ്പോൾ കിടക്കുന്ന നമ്മുടെ പേഷ്യന്റ്. ഇവൻ ആദ്യം തന്നെ നമ്മുടെ നായിക ഇവന് ഫോൺ വിളിക്കുന്നതാണ് ഇതിൽ കാണിക്കുന്നത്. നമ്മുടെ ഹീറോ ഫോൺ എടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താണ് ഇപ്പോൾ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ പറയുന്നത്, ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് കാണുന്നില്ല, അത് എവിടെ വെച്ചതാണെന്ന് നിനക്ക് അറിയാമെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, അത് റൂമിലെ രണ്ടാമത്തെ ഷെൽഫിന്റെ മുകളിലുണ്ടെന്ന്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് ഹീറോയോട്, ഓ ഭയങ്കര തന്നെ, നിനക്കിതൊക്കെ ഓർമ്മയുണ്ടോ, നീ ഭയങ്കര തന്നെ, എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് പറയുമ്പോൾ ഹീറോ പറയുന്നുണ്ട്, അല്ലെങ്കിൽ നിനക്ക് ഈടായിട്ട് ഒന്നും ഓർമ്മയില്ല എന്നുള്ളത് എനിക്കറിയാം, എല്ലാ വർഷവും ഞാനല്ലേ എല്ലാം ഓർമ്മിപ്പിക്കുന്നത് എന്നുള്ള രീതിയിൽ ഒരു സൂചനയും കൊടുക്കുന്നു. പക്ഷേ അപ്പോൾ പോലും ഹീറോയിനിക്ക് അവൻ എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലായില്ല. എന്നിട്ട് ഹീറോ പറയുന്നുണ്ട്, നീ ഒന്ന് പുറത്തിറങ്ങി ആകാശത്തേക്ക് നോക്കെ, എത്ര മനോഹരമായ ഇവിടെ നക്ഷത്രങ്ങളൊക്കെ കിടക്കുന്നതെന്ന് അറിയാമെന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട്, അതെ എനിക്കിവിടെ വേറെ ഒരു പണിയില്ലല്ലോ, നീ പറയുന്നത് കേട്ട് ആകാശം നോക്കിയിരിക്കാൻ വേണ്ടി. അപ്പോൾ ഹീറോ പറയുന്നുണ്ട്, അതൊന്നും കൊണ്ടല്ല പറഞ്ഞത്, ഇന്ന് നക്ഷത്രങ്ങളെ കാണാൻ ഒരുപാട് സുന്ദരമായിരിക്കുന്നു, നീ ഒന്ന് പോയി നോക്കി എന്ന് പറയുമ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട്, എനിക്ക് അതിനൊന്നും സമയമില്ല, എനിക്കിപ്പോൾ കിടന്നുറങ്ങണം, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടെന്ന് പറഞ്ഞ് കിടക്കാൻ പോകുമ്പോൾ ഹീറോ പറയുന്നുണ്ട്, എങ്കിൽ ശരി, നീ ആ ഫോൺ നിന്റെ അടുത്ത് തന്നെ വെച്ചോ, ഞാൻ പാട്ട് പാടി നിന്നെ ഉറക്കാം എന്ന് പറയുന്നു. എന്നിട്ട് ഹീറോ പാട്ട് പാടിക്കൊണ്ട് ഹീറോയിനെ ഉറക്കുന്നു. കൃത്യം 12 മണിയാകുമ്പോൾ ഹീറോ പതുക്കെ പറയുന്നുണ്ട്, ഹാപ്പി ബർത്ത്ഡേ ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസമാണ്. പിറ്റേ ദിവസം ഒരു പാർക്കിൽ ഇരിക്കുമ്പോൾ ഹീറോയിനോട് ഹീറോ പറയുന്നത്, ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്താണെന്ന് നിനക്ക് അറിയാമോ എന്ന് പറയുമ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട്, ഷോ ഇന്നെന്റെ ബർത്ത്ഡേ ആണല്ലോ, ഞാനത് മറന്നു എന്ന് പറയുന്നു. അപ്പോൾ ഹീറോ പറയുന്നുണ്ട്, നീ എല്ലാ വർഷവും ഇത് മറക്കാറാണല്ലോ പതിവ്, പക്ഷേ ഞാൻ ഓർത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് അവളുടെ കണ്ണ് അടച്ചുകൊണ്ട് അവൾ ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു. അപ്പോൾ അവൾ പറയുന്നത്, നീ ഒന്ന് കൈവിട്ടെ, നീ ചെറിയ കുട്ടികളെ പോലെ എല്ലാ വർഷവും ഇത് തന്നെയല്ലേ ചെയ്യുന്നത്, ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത്, എനിക്കറിയാം നീ ഇതുപോലെ എന്തെങ്കിലും സർപ്രൈസ് തരുമെന്നൊക്കെ പറഞ്ഞ് അവനോട് പറയുമ്പോൾ അവൻ പറയുന്നുണ്ട്, അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, സത്യമായിട്ടും ഇഷ്ടമാണെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. പക്ഷേ ഹീറോയിൻ അത് വലിയ കാര്യമായി എടുക്കാതെ സമാധാന രീതിയിൽ നടന്നു പോകുന്നു. പക്ഷേ ഹീറോ അത് സത്യമായി തുറന്നു പറഞ്ഞതാണ്. പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹീറോയും തമ്മിൽ 6 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. സത്യത്തിൽ ഹീറോയെ ഒരു അനിയന്റെ സ്ഥാനത്താണ് കാണുന്നത്, കാരണം 6 വയസ്സിന് ഹീറോയിൻ വലുതാണ്. പക്ഷേ പണ്ട് തൊട്ടേ ഇവർ ഒരുമിച്ചായതുകൊണ്ട് ഹീറോയ്ക്ക് ഹീറോയിനോട് ഇഷ്ടമാണ്. പണ്ട് തൊട്ടിച്ചത് അവർ അടുത്തടുത്ത നെയ്ബേഴ്സ് ആയതുകൊണ്ട് അവർ ഒരുമിച്ച് കളിക്കുമ്പോഴും ഒന്നിച്ചിരിക്കുമ്പോഴൊക്കെ പറയുമായിരുന്നു, ഞാൻ നിന്നെ കല്യാണം കഴിക്കട്ടെ എന്നുള്ള രീതിയിൽ, എനിക്ക് ഇഷ്ടമാണെന്നുള്ള രീതിയിൽ ഹീറോയിനോട് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ ചെറിയ കുട്ടി എന്തൊക്കെയോ പറയുകയാണെന്നുള്ള രീതിയിൽ ഹീറോയിൻ അതൊന്നും കാര്യമാക്കി എടുത്തില്ല. അതുപോലെ തന്നെ ഇപ്പോഴും വലിയ കാര്യമാക്കി എടുത്തില്ല. പക്ഷേ ഹീറോ അത് സീരിയസ് ആയിട്ടാണ് പറയുന്നത് എന്നുള്ള രീതിയിൽ ഇപ്പോൾ താക്കീത് കൊടുക്കുന്നു. പക്ഷേ ഹീറോയിൻ പറഞ്ഞ്, നീ ഒന്ന് പോടാന്നിട്ട് നടക്കുമ്പോൾ ഹീറോ പറയുന്നത്, എനിക്കറിയാം നീ ഇപ്പോൾ എങ്ങോട്ടാണെന്ന് പോകുന്നത്, നിന്റെ അച്ഛൻ പറഞ്ഞതുപോലെയുള്ള ഒരു ബ്ലൈൻഡ് ഡയറ്റിംഗിനല്ലേ നീ പോകുന്നത്, നീ ആ ഡയറ്റിന് പോകാൻ പാടില്ല, എനിക്കത് ഇഷ്ടമല്ല, നീ അങ്ങനെ മറ്റുള്ളവരുടെ കൂടെ ഡേറ്റിംഗിന് പോകുന്നത് എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണെന്ന് പറയുമ്പോൾ ഹീറോയിൻ പറയുന്നു, അത് എനിക്ക് എൻ്റെ അച്ഛനെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്യുന്നത്, എനിക്ക് പഠിക്കണം, എൻ്റെ അച്ഛൻ പറയുന്നത് ബ്ലൈൻഡ് ഡയറ്റിംഗ് ഞാൻ പോകുന്നതുകൊണ്ട് എൻ്റെ അച്ഛൻ ഇപ്പോൾ തൽക്കാലം എന്നോടൊന്നും പറയുന്നില്ല, എനിക്ക് പോയി കണ്ടു ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെതായ രീതിയിൽ പഠിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നു, അതാണ് എനിക്ക് ഇഷ്ടം എന്നുള്ള രീതിയിൽ പറയുന്നു. പക്ഷേ ഹീറോ പറയുന്നുണ്ട്, എനിക്കത് ഇഷ്ടമല്ല, ഇനി ഇതുപോലെ ഒന്നും നടക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഹീറോയിൻ അതൊന്നും കാര്യമാക്കി എടുക്കാതെ നടന്നു പോകുമ്പോൾ ഹീറോ പറയുന്നുണ്ട്, എങ്കിൽ നീ പോയിക്കോ, പക്ഷേ ഞാൻ ഈ മധുരം ഇപ്പോൾ കഴിക്കും, എൻ്റെ കയ്യിലുള്ള ചോക്ലേറ്റ് ഞാൻ ഇപ്പോൾ കഴിക്കും എന്ന് പറഞ്ഞ് ചോക്ലേറ്റ് വായിലിടുന്നു. അപ്പോൾ തന്നെ ഹീറോയിൻ ഓടി വന്ന് വായിൽ നിന്ന് ആ ചോക്ലേറ്റ് പറ്റിയെടുത്ത് പുറത്ത് കളയുന്നു. എന്നിട്ട് പറയുന്നത്, എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്. അതായത് നമ്മുടെ ഹീറോയ്ക്ക് പണ്ട് തൊട്ടേ ചോക്ലേറ്റ് കഴിച്ചാൽ അലർജി ഉണ്ടാവും ദേഹത്തൊക്കെ, മധുരമായുള്ള ഒരു സാധനം കഴിക്കാൻ പാടില്ല. അപ്പോൾ അത് കഴിച്ചതുകൊണ്ടാണ് പേടിച്ചിട്ട് ഹീറോയിൻ തിരിച്ചു വന്നത്. എന്നിട്ട് ഹീറോ പറയുന്നുണ്ട്, നീ പോയി എന്ന് ഞാൻ അറിഞ്ഞാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും കേട്ടോ എന്ന് പറയുമ്പോൾ ഹീറോയിൻ അതൊന്നും കാര്യമാക്കി എടുക്കാതെ ഹീറോയിൻ കൊണ്ട് വീട്ടിൽ പോയിട്ട് ഹീറോയ്ക്ക് മരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഹീറോയെ വീട്ടിലിരുത്തിയിട്ട് ഹീറോയിൻ തിരിച്ച്